+1 ഫസ്റ്റ് ടേം എക്സാം, അതായത് നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ പല മക്കളുടെ മനസ്സിൽ വന്ന ഒരു വലിയ ഡൗട്ടായിരിക്കും, സയൻസ് എടുത്തത് പണിയായോ? അതെ, നമ്മുടെ 7ന്റെ പണി എന്ന് പറയുന്നത് പോലെ 8ന്റെ പണി നമുക്ക് കിട്ടിയോ എന്നൊരു സംശയത്തിലായിരിക്കും പലരും ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു സംശയത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നമ്മൾ 10ാം ക്ലാസ് വരെ കണ്ട് വന്ന ഒരു രീതിയല്ല +1 +2 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ കൂടി പലർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് എന്താ ഈ ചോദിച്ചിരിക്കുന്നത്, ഇതെങ്ങനെ ആൻസർ ചെയ്യേണ്ടത്, ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമുക്കത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ പല ഡൗട്ട്സിലായിരിക്കും പലരും നിന്നിട്ടുണ്ടാവുക. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അയ്യോ ഇതായിരുന്നോ ചോദിച്ചത്, ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയാമായിരുന്നല്ലോ എന്ന് തോന്നിയ കുറേ കുട്ടികളും ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള പാറ്റേൺ ഇതുവരെ നിങ്ങൾ പരിചയപ്പെട്ടില്ല. അതെങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എക്സാമിനെ എത്ര അടിപൊളിയായിട്ട് പ്രസൻറ്റേഷനിലൂടെ ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ ടാക്ടിക്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാതെ എക്സാമിന് പോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. പേടിക്കേണ്ട മക്കളെ, സയൻസ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് +1 +2 എന്ന് പറയുന്നത്. പക്ഷേ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് വേണം എന്ന് മാത്രം. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നിങ്ങൾ ഇതുവരെ നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ്. സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൻ്റെ 3.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ബാച്ചിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ കീഴിൽ ഓരോ സബ്ജക്ട്സും വളരെ അടിപൊളിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിച്ച് ഈ പ്രോബ്ലംസ് ഒന്നും ഇനിയൊരു പ്രോബ്ലമേ അല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്ന ആ ഒരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു ഡബിൾ ധമാക്ക കൂടിയുണ്ട്. കാരണം ഈ സമയത്ത് നിങ്ങൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിൻ്റെ ഓഫർ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കൂപ്പൺ കോഡായിട്ടുള്ള ഓണം 10 എന്ന് പറയുന്ന കോഡ് കൂടി യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇത് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ക്രിസ്മസ് എക്സാമിന്. അത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം എല്ലാം ചടപടേ എന്നായിരിക്കും. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്തു നമുക്ക് ബാച്ചിൽ കാണാം.